IPL ഓപ്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മോക്ക് ഓപ്ഷൻ റിസൾട്ടുകൾ പുറത്തുവന്നു. ജിയോ സിനിമയാണ് ലേലത്തിന്റെ ഗതി മനസ്സിലാക്കാൻ ഒരു എക്സ്പെരിമെന്റ് ഓപ്ഷൻ നടത്തിയത്. പ്രതീക്ഷിച്ച താരങ്ങൾക്കൊക്കെ വമ്പൻ വിലയാണ് ഫ്രാഞ്ചൈസികൾ നൽകിയത്. 10 ക്രിക്കറ്റർമാരും മറ്റ് എക്സ്പെർട്ടുകളും ചേർന്ന് 10 ടീമുകളായി തിരിഞ്ഞായിരുന്നു ലേലം. LSGക്ക് വേണ്ടി RP സിംഗ്, ഡൽഹിക്കായി ആകാശ് ചോപ്ര, രാജസ്ഥാൻ റോയൽസിനായി സഹീർ ഖാൻ, KKRന് വേണ്ടി റോബിൻ ഉത്തപ്പ, SRHനായി ഇയാൻ മോർഗൻ, GTക്ക് വേണ്ടി പാർത്ഥിവ് പട്ടേൽ, RCBക്ക് വേണ്ടി മുൻ കോച്ച് മൈക്ക് ഹസൻ, ചെന്നൈക്കായി ചിന്നത്തല സുരേഷ് റൈന, മുംബൈക്ക് വേണ്ടി അനിൽ കുംബ്ലെ, പഞ്ചാബിനായി അഭിനവ് മുകുന്ദ്. ഇങ്ങനെയായിരുന്നു ക്രിക്കറ്റേഴ്സ് അണിനിരന്നത്. ഇവരുടെ കൂടെ എക്സ്പെർട്ടുകളും സഹായിക്കാനുണ്ടായിരുന്നു. ലേലത്തിലെ വിവിധ സാഹചര്യങ്ങൾ മുന്നിൽ കാണാനായിരുന്നു ജിയോ സിനിമ ഈയൊരു കാര്യം ചെയ്തത്. പ്രധാന സൈനികുകൾ ഇങ്ങനെയായിരുന്നു. മിച്ച് സ്റ്റാക്കിനെ ഇത്തവണത്തെ ഏറ്റവും വലിയ വിലയായ 18.5 കോടിക്ക് RCB സ്വന്തമാക്കി. ജെറാൾ കോട്സി 18 കോടിക്ക് GTയിലേക്ക്. 17.5 കോടിയാണ് പാറ്റ് കമ്മിൻസിന് കിട്ടിയത്. സ്വന്തമാക്കിയത് SRH. താക്കൂറിനെ 14 കോടിക്ക് PBKSും ദിൽഷൻ മധുഷങ്കയെ 10.5 കോടിക്ക് KKRും തങ്ങളുടെ കൂടി എത്തിച്ചു. കോട്സിയെ കൂടാതെ ഹാരി ബ്രൂക്കിനെ കൂടി GT സൈൻ ചെയ്തു. വണിന്ദു ഹസ്രംഗയെയാണ് CSK നേടിയത്. കൂടാതെ ട്രാവിസ് ഹെഡിനെയും അവർ സ്വന്തമാക്കി. അതിനിടെ മുംബൈയിലെ 2 പ്രധാന താരങ്ങൾ ചെന്നൈയിലേക്ക് കൂടുമാറും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രോഹിത് ബുംറ എന്നിവരെ ഉദ്ദേശിച്ചാണ് ചില മലയാളം ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ വാർത്ത നൽകിയിരിക്കുന്നത്. നാളത്തെ ഓപ്ഷന് ശേഷം വീണ്ടും ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആകും. IPL തുടങ്ങുന്നതിന് മുൻപ് വരെ ട്രേഡിംഗ് പോസിബിൾ ആണ്. ഹർദിക്കിന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് മുംബൈ ഇന്ത്യൻസിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ രോഹിത്തും ബുംറയും ഫ്രാഞ്ചൈസി വിടാൻ നേരിയ സാധ്യത മാത്രമാണുള്ളത്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.